ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ചെടികളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചെടികളൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു നഴ്സറിയിൽ നിന്നാണ് ഞാൻ ഈ ചെടികളൊക്കെ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ നഴ്സറിയുടെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, ഒന്ന് പോയി കണ്ട് നോക്കിയേക്കാം. അപ്പോൾ ഒരുപാട് ചെടികളൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല, ഒരു 10-15 ചെടികൾ മാത്രമേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ. ഇതല്ലാട്ടോ നമ്മൾ വാങ്ങിയ ചെടികൾ, ഇത് ഞാൻ അവിടെ പോയപ്പോൾ വെറുതെ ഷൂട്ട് ചെയ്തെന്നുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ ചെടികൾ കണ്ടാലോ. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച പുതിയ ചെടികൾ. ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട്, അതുപോലെ ഇൻഡോറിൽ വെക്കുന്നതും ഔട്ട്ഡോറിൽ വെക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ചെടികൾ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഈ ചെടികളൊക്കെ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നത് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. പുതിയ ചട്ടിയിലേക്ക് ഞാൻ മാറ്റി നട്ടിട്ടില്ല, 1-2 ദിവസം ആയുള്ളൂ വാങ്ങിയിട്ട്. അപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ ചട്ടിയിലേക്ക് മാറ്റി വെച്ചാലും മതിയാകും. അപ്പം ഞാൻ ഓരോ ചെടിയായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇതാണ് ആദ്യത്തെ പ്ലാന്റ്. ഇത് സക്കുലൻ്റ് വിഭാഗത്തിൽപ്പെട്ട ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. സ്ട്രിങ് ഓഫ് ബനാന എന്നാണ് ഇതിൻ്റെ പേര്. അധികം വെള്ളം ആവശ്യമില്ലാത്തൊരു ചെടിയാണ്. അതേപോലെ ഇൻഡോറിൽ നമുക്ക് വെക്കാൻ പറ്റുന്നൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണിത്. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള നല്ല ബ്രൈറ്റ് ലൈറ്റാണ് ഈ ചെടിക്ക് ഇഷ്ടം. അപ്പോൾ ഈ ചെടി ഞാൻ 50 രൂപയ്ക്കാണ് വാങ്ങിയത്. ഇതിൻ്റെ ഒരു ചെറിയ ഇങ്ങനത്തെ ഈ പാക്കറ്റിൽ വരുന്ന ചെടികൾക്ക് ആ നഴ്സറിയിൽ 50 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ചെടിയാണിത്. ഇതൊരു സക്കുലൻ്റ് പ്ലാന്റ് ആയതുകൊണ്ട് നമുക്ക് അധികം വെള്ളം ആവശ്യമില്ല, അതേപോലെ ഒത്തിരി നേരിട്ട് അടിക്കണ്ട, അങ്ങനെയൊക്കെയാണ് ഈ ചെടി വളർത്തേണ്ടത്. എന്തായാലും ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണിത്. കാണാനും നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ലീവ്സ് കണ്ടോ, ഒരു ബനാനയുടെ ഷേപ്പിലാണ് ഇതിൻ്റെ ലീവ്സ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് സ്ട്രിങ് ഓഫ് ബനാന എന്ന് പേര് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇതൊരു ചെറിയ തൈയാണ്. അപ്പോൾ ഈ ചെടിയുടെ നല്ല ഹാങ്ങിങ് പോട്ടിൽ, വലിയ ഹാങ്ങിങ് പോട്ടിൽ നിറയെ ചെടികളും ആയിട്ടുള്ള ചെടികൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെടിക്ക് 50 രൂപയാണ് വില. അടുത്തത് ഒരു പെപ്പറോമിയ പ്ലാന്റ് ആണ്. പെപ്പറോമിയയുടെ തന്നെ ഒരു വെരിഗേറ്റഡ് ആയിട്ടുള്ള ഒരു ചെടിയാണിത്. അപ്പോൾ ഇത് നമുക്ക് ഇൻഡോറിൽ വെക്കാവുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഇതൊരു ചെറിയ ഒരു തൈയാണ്. അപ്പോൾ ഇതിന് ഞാൻ 100 രൂപയ്ക്കാണ് ഞാൻ ഈ പ്ലാന്റ് വാങ്ങിയത്. നല്ല ഭംഗിയായിട്ടുള്ള വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീവ്സൊക്കെയാണ്. ചെറിയൊരു യെല്ലോ ഷെയ്ഡും അതുപോലെ ചെറിയ ഗ്രീൻ ഷെയ്ഡും ആയിട്ടുള്ള ഇലകളാണ് ഇതിനുള്ളത്. ഇതിൻ്റെ ഇലകളുടെ ഷേപ്പ് തന്നെ നല്ല ഭംഗിയാണ്. ഈ ചെടിക്ക് ഒരു സ്ലോ ഗ്രോത്ത് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്ര സ്പീഡിൽ ഈ ചെടി വളരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രീൻ വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട്. അത് അത്ര ഒരു വേഗത്തിൽ വളരും തോന്നിയിട്ടില്ല. എന്തായാലും ചട്ടി നിറഞ്ഞ് തിങ്ങി നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. അടുത്തത് ഒരു ഫൈക്കസ് പ്ലാന്റ് ആണ്. ഫൈക്കസ് കോമ്പാക്റ്റ് എന്നൊരു വെറൈറ്റി ആണിത്. അപ്പോൾ അത്യാവശ്യം വലുപ്പം വെക്കുന്ന ഒരു പ്ലാന്റ് ആണിത് കേട്ടോ. അതായത് നമുക്ക് ചട്ടിയിൽ മാത്രമല്ല നിലത്തും ഒക്കെ നട്ടു കൊടുക്കാവുന്ന ഒരു പ്ലാന്റ് ആണിത്. ഒരു ഷെയ്ഡഡ് ആയിട്ടുള്ള സ്ഥലത്ത് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത്. അപ്പോൾ അതിൻ്റെ കവറിലുള്ള ഒരു ചെടിയാണ് ഞാൻ വാങ്ങിയത്. ഇതിന് 70 രൂപയായിരുന്നു വില. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒത്തിരി വലിയ ചെടികൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഒരു യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ ഗ്രീനും ആയിട്ട് വെരിഗേറ്റഡ് ആയിട്ടുള്ള ഇലകൾ ാണ് ഇതിനുള്ളത്. നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന, നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുത്താൽ ഒത്തിരി ബ്രാഞ്ചസ് ഒക്കെ വന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണിത്. ഇതൊരു മെലസ്റ്റോമ ചെടിയാണ്. മെലസ്റ്റോമ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും തന്നെ കാണാൻ പറ്റുന്ന ഒരു ചെടിയാണല്ലോ. അപ്പോൾ ഇതൊരു ഒരു ചെറിയ തൈയാണ്. ഈ ചെടിയിൽ നിറയെ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുട്ടുകളൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഈ പ്ലാന്റിൻ്റെ പൂക്കൾക്ക് ഒരു റോസ് കളറാണെന്ന് തോന്നുന്നു. ഇപ്പോൾ സാധാരണ നമ്മൾ കാണുന്ന മെലസ്റ്റോമ പ്ലാന്റ്സിൻ്റെ ചെടിക്കൊക്കെ ഒരു വയലറ്റ് കളറിലുള്ളൊരു പൂക്കളാണ് ഉണ്ടാവുന്നത്. ഇത് ഒരു ചെറിയ തൈയാണ്. ഈ കവറിലുള്ള ഈ ചെറിയ തൈക്ക് 40 രൂപയാണ് വില. അപ്പോൾ ഇതിൻ്റെ തന്നെ വലിയ ചെടികളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇത് നമുക്കൊരു ചട്ടിയിലല്ലാതെ മണ്ണിലൊക്കെ വളർത്തുകയാണെങ്കിൽ നല്ല വലിയ മരമായിട്ട് വളരുന്ന ഒരു ചെടിയാണ്. ചെടി നിറയെ പൂക്കളും ഉണ്ടാകുന്ന ഒരു ചെടിയാണിത്. നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്തൊക്കെ നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണിത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ചെറിയൊരു തൈയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഞാനെന്തായാലും ഇത് ചട്ടിയിലേക്ക് മാറ്റി നടാമെന്നാണ് വിചാരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. വലിയ കെയറൊന്നും കൊടുക്കാണ്ട് വളരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് മെലസ്റ്റോമ എന്ന് പറയുന്ന ഈ ഒരു ചെടി. അടുത്തതൊരു ബോഗൻവില്ലയുടെ ഒരു കുഞ്ഞു തൈയാണ് കേട്ടോ. ഇതൊരു ചെറിയ ചട്ടിയിലുള്ളൊരു തൈയാണ് ഞാൻ വാങ്ങിയത്. ഇത് ബോഗൻവില്ലയുടെ തന്നെ വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീവ്സ് ഉള്ള ചെടിയാണ്. നല്ല ഓറഞ്ച് കളറിലുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ പൂക്കളും പോലെ തന്നെ ഇതിൻ്റെ ഇലകളും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സിന് മറ്റേ പ്ലാന്റ്സിനെ അപേക്ഷിച്ച് ഇത്തിരി വില കൂടുതലുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഈ ഒരു ചെടിക്ക് ഞാൻ വാങ്ങിയപ്പോൾ 70 രൂപയായിരുന്നു വില. ഇതൊരു ചെറിയ ചട്ടിയിലുള്ള ചെറിയ തൈ ആയതുകൊണ്ടായിരിക്കണം. നല്ല
വെയിലുള്ള ഒരു ഏരിയയിലൊക്കെ നമുക്ക് വളർത്തിയിട്ടുണ്ടെങ്കിൽ നിറയെ പൂക്കൾ തരുന്നൊരു ചെടിയാണ് ബോഗൺവില്ല. അപ്പോൾ ഈ ഒരു ബോഗൺവില്ലയാണ് നമ്മൾ അടുത്തതായിട്ട് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചെടി കാണാം. അടുത്തത് ഈ ചെടിയാണ്. ഇതിൻ്റെ പേര് എപ്പീഷ്യ അല്ലെങ്കിൽ ഫ്ലെയിം വയലറ്റ് എന്നൊക്കെയാണ്. സാധാരണയായിട്ട് എല്ലായിടത്തും കോമൺ ആയിട്ട് കാണുന്നൊരു ചെടിയാണിത്. അപ്പോൾ ഇതിൻ്റെ 2 വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ചെടിയിൽ ഒരു പിങ്ക് കളർ പൂക്കളാണ് ഉണ്ടാവുന്നതെന്ന് തോന്നുന്നു. നിറയെ പൂക്കൾ ഉണ്ടാവുന്ന നല്ലൊരു ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണിത്. അപ്പോൾ ഈ ചെടി ഈ ചട്ടിയോട് കൂടിയാണ് ഞാൻ വാങ്ങിയത്. 60 രൂപയായിരുന്നു ഈ ചെടിയുടെ വില. എന്തായാലും നല്ല ഭംഗിയായിട്ട് വളരുന്ന, കുറച്ചൊക്കെ ലൈറ്റൊക്കെ കിട്ടിയാൽ നല്ല സൂപ്പറായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ് എപ്പീഷ്യ അല്ലെങ്കിൽ ഫ്ലെയിം വയലറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. അടുത്തത് ഈ പ്ലാന്റ് ആണ് കേട്ടോ. ഇതൊരു നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഒരു സക്കുലൻ്റ് വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് നല്ലൊരു ഗ്രീൻ കളറാണ് ഈ ചെടിക്കുള്ളത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ട് എനിക്കിതിൻ്റെ പേര് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ പേര് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് ഷെയർ ചെയ്തേക്കുക. ഇത് ഞാൻ വേറൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇതിൽ പൂക്കളൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ബേബി സൺറോസ് പ്ലാന്റ് പോലെ തോന്നുന്ന ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഈ ചെടി ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് നല്ല ഗ്രീൻ കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതാ ഇതിന് ചെറിയൊരു വെരിഗേഷനൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇനിയുള്ള അവസ്ഥകൾ എങ്ങനെയാകും എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഈ ഒരു ഹാങ്ങിങ് പോട്ടിൽ ഇങ്ങനെ തന്നെയാണ് ഞാൻ ഈ ചെടി വാങ്ങിയത്. ഇതിന് 130 രൂപയായിരുന്നു ഞാൻ വാങ്ങിച്ചപ്പോൾ ഇതിൻ്റെ വില. അപ്പോൾ ഇതിൽ അവിടെ വേറെ ഇതിൻ്റെ ഒത്തിരി ഹാങ് ആയിട്ടുള്ള പ്ലാന്റ് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് പൂക്കളൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. പക്ഷെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ ലീവ്സ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ലീവ്സാണ്. എന്തായാലും ഒരു സക്കുലൻ്റ് വിഭാഗത്തിൽ പെട്ട ഒരു പ്ലാന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഭംഗിയുള്ള ഇലകളൊക്കെയാണ് ഇതിനുള്ളത്. അപ്പോൾ പേര് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തേ കേട്ടോ. ഇതാണ് നമ്മുടെ അടുത്ത പ്ലാന്റ്. ഇതൊരു ബിഗോണിയ വെറൈറ്റി ചെടിയാണിത്. നല്ല ഭംഗിയുള്ള ലീവ്സൊക്കെയാണ് ഇതിനുള്ളത്. ഇതിൻ്റെ ഇലയുടെ ആ ഒരു ഷേപ്പ് കണ്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ പ്ലാന്റ് അധികം വെള്ളം ആവശ്യമില്ലാത്ത, അധികം വെയിൽ ആവശ്യമില്ലാത്ത അങ്ങനത്തെയൊക്കെ സ്വഭാവമുള്ള ഒരു ചെടിയാണിത്. ഈ ഒരു ചട്ടിയിൽ തന്നെയാണ് ഞാൻ ഈ ചെടി വാങ്ങിയത്. ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു ടെറാക്കോട്ടയുടെ ഒരു ചെറിയ ചട്ടിയിലാണ് ഈ ചെടിയുള്ളത്. അപ്പോൾ ഈ ചെടിക്ക് ഞാൻ വാങ്ങുന്ന സമയത്ത് 200 രൂപയായിരുന്നു കേട്ടോ ഇതിൻ്റെ വില. അപ്പോൾ ഇതിന് ബിഗോണിയ പ്ലാന്റ്സ് പൊതുവേ നല്ല റേറ്റുള്ള പ്ലാന്റ്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് ബിഗോണിയ. അടുത്തതൊരു സ്പൈഡർ പ്ലാന്റ് ആണ് ഞാൻ വാങ്ങിയത്. ഇതിപ്പോൾ അത്യാവശ്യം വലിയ ഒരു ചെടിയാണ് കേട്ടോ. നോക്കി നിറയെ ഇങ്ങനെ പുതിയ പുതിയ തൈകളൊക്കെ താഴത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇവരിപ്പോൾ ഈ ചട്ടിയിൽ ഒരു സ്റ്റിക്ക് വെച്ച് ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് മേളിലേക്ക് ഇങ്ങനെ കെട്ടിവെച്ച് കൊടുത്തേക്കുവാണ്. അപ്പോൾ ഇത് നമ്മൾ ഹാങ്ങിങ് പോട്ടിലാണെങ്കിൽ താഴത്തേക്ക് ഹാങ് ചെയ്ത് കിടക്കുന്ന ഒരു ചെടിയാണിത്. ഇങ്ങനെ നീണ്ടു വരും. ഇങ്ങനെ നീണ്ടു വന്നിട്ട് താഴത്തേക്ക് ഹാങ് ചെയ്ത് എടുക്കും. അപ്പോൾ ഇതേപോലെ ചെറിയ കുട്ടി തൈകൾ ഇതിനകത്ത് ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചെടി ഞാൻ വാങ്ങിച്ചപ്പോൾ 120 രൂപയായിരുന്നു ഇതിൻ്റെ വില. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ്. അതേപോലെ തന്നെ നല്ലൊരു എയർ പ്യൂരിഫയിങ് പ്ലാന്റ് ആണിത്. നമുക്ക് ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ പ്ലാന്റ് ആണിത്. അടുത്തതൊരു റോസാ ചെടിയാണ് ഞാൻ വാങ്ങിയത്. റോസയുടെ തന്നെ ഒരു ബട്ടൺ റോസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണിത്. ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടൺസ് പോലെ ചെറിയ ചെറിയ പൂക്കളാണ് ഇതിലുണ്ടാവുന്നത്. ചെടി നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണിത്. ഒരു വലിയ ചട്ടിയിൽ അങ്ങനെ തന്നെയുള്ളൊരു ചെടിയാണ് ഞാൻ വാങ്ങിയത്. ഇതിന് 150 രൂപയാണ് ഇതിൻ്റെ വില. ഇതിൻ്റെ പല കളർ വെറൈറ്റീസും നഴ്സറിയിൽ അവൈലബിൾ ആണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട്. നല്ല കട്ട റോസയാണ്. അതേപോലെ ചെടി നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു ടൈപ്പ് ചെടിയാണിത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ സാധാരണ റോസ ചെടിയൊക്കെ എല്ലാവരും വളർത്തുന്നതായതുകൊണ്ട് എല്ലാവർക്കും അറിയാം, നല്ല വെയിലത്തൊക്കെ വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പൂക്കൾ തരുന്നൊരു ചെടിയാണ് റോസാ ചെടി. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. എന്തായാലും നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇത് എങ്ങനെ ആകും എന്നുള്ള കാര്യമൊന്നും അറിയില്ല. എന്തായാലും ഞാൻ ഈ ചെടികളുടെ എല്ലാത്തിൻ്റെ അപ്ഡേഷൻ പിന്നീട് കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇനി നമ്മൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം അതെങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇപ്പോൾ ഈ ചെടിയിൽ നിറയെ മുട്ടുകൾ വന്നിട്ടുണ്ട് കേട്ടോ. നിറയെ മുട്ടുകളാണുള്ളത്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു ചെടി വിരിഞ്ഞു നിൽക്കുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട്. അടുത്തതൊരു ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ. ബിഗോണിയയുടെ ഒരു ചെറിയ ചെടിയാണിത്. അപ്പോൾ ഇത് നല്ല പിങ്ക് കളർ ഇലകളൊക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണിത്. ഇതൊരു ചെറിയ കവറിലുള്ള തൈയാണ്. 40 രൂപയായിരുന്നു ഇതിൻ്റെ വില. അപ്പോൾ ഈ ഒരു ചെടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അധികം വെള്ളം ഒഴിക്കേണ്ടാത്ത, അധികം വെള്ളം ആവശ്യമില്ലാത്ത, അധികം സൺലൈറ്റ് ആവശ്യമില്ലാത്ത ഒരു ഷെയ്ഡഡ് ആയിട്ടുള്ള ഏരിയയിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. അതുപോലെ ഇതൊരു ഹാങ്ങിങ് പോട്ടിലൊക്കെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് ഹാങ് ചെയ്ത് വളരുന്ന ഒരു ചെടിയാണ്. സാധാരണ
സാധാരണ ഒരു ചട്ടിയിലാണ് നമ്മൾ നടുന്നതെങ്കിൽ നന്നായിട്ട് ചട്ടി നിറഞ്ഞ് കവർ ചെയ്ത് ഉണ്ടായി വരുന്ന ഒരു ചെടിയാണിത്. പിഗോണിയയുടെ നല്ലൊരു വെറൈറ്റിയാണ്. ഇത്തിരി കെയറൊക്കെ കൊടുത്ത് വളർത്തേണ്ട ഒരു ചെടിയും കൂടിയാണിത്. പക്ഷേ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ്. ഇതൊരു മിനിയേച്ചർ സിങ്കോണിയം വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള പോട്ട് തിങ്ങി നിറഞ്ഞുണ്ടായി വരുന്നൊരു ചെടിയാണ്. അപ്പോൾ ഈ ചെടി ആ ചേച്ചി എനിക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് വെറുതെ തന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് വന്നപ്പോൾ തന്നെ ഒരു ചെറിയ പോട്ടിലേക്ക് നട്ടുവെച്ചു. നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്, സിങ്കോണിയത്തിൻ്റെ നല്ലൊരു വെറൈറ്റിയാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.